ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺ ലോലിപോപ്പ് ആണ്. ഒരു 10 to 15 മിനിറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു സ്റ്റാർട്ടർ ഉണ്ടാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 250 grams പ്രോൺസ് ആണ് എടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ഡീവീൻ ചെയ്ത പ്രോൺസ് വേണം നിങ്ങൾ എടുക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഫുഡ് പോയ്സണിങ് ആവും. ഇനി ഇതിലോട്ട് നമുക്ക് 2 വലിയ പച്ചമുളകും ഒരു 3 to 4 ഗാർലിക്കിൻ്റെ അല്ലികളും കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, അത്യാവശ്യത്തിനുള്ള പെപ്പറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അത്യാവശ്യം നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യണം. ഈ രീതിയിൽ തന്നെ നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അതിൽ പ്രോൺസ് ഒന്നും കാണാൻ പാടില്ല. ഇനി ഇതൊരു ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. എന്നിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ അത് പൊടിക്കാം, അല്ലെങ്കിൽ പാക്കറ്റിൽ വരുന്ന ബ്രെഡ് ക്രംസ് ഒരു 2 to 3 ടേബിൾ സ്പൂൺ തന്നെ നമ്മളിതിലോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഞാനൊരു സീ ഫുഡ് ലവർ ആയതുകൊണ്ട് തന്നെ ഞാൻ മീനിലാണ് കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താറ്. അതിലും ബേസിക്കായിട്ട് പ്രോൺസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. സോ പ്രോൺസ് മിക്കവാറും എല്ലാ ആഴ്ചയിലും വാങ്ങിക്കാറുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ഓഫ് പ്രോൺസ് വീട്ടിലുണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിൽ ഞാൻ റീസെൻ്റ്ലി പരീക്ഷിച്ച് വിജയിച്ചൊരു സംഭവമാണ് ഈ ഒരു പ്രോൺ ലോലിപോപ്പ്. ക്രാബ് ലോലിപോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിനൊന്ന് ഓൾട്ടർനേറ്റീവ് എന്താണ് നമുക്ക് ഫിഷ് വെച്ച് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ ഒരു റെസിപ്പിയിലോട്ട് വന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു മുട്ടയും കൂടി ആവശ്യമുണ്ട്. മുട്ട ഫുള്ളായിട്ട് നമുക്ക് എടുക്കാം, നന്നായിട്ട് ബീറ്റ് ചെയ്ത്. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഉപ്പും പെപ്പറും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ഓപ്ഷണലാണ്. ഇനി നമുക്കൊരു പൗഡർ മിക്സും കൂടി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദയും ഈക്വൽ പോർഷൻസ് ഓഫ് അരിപ്പൊടിയും കൂടി എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ലോലിപോപ്സിൻ്റെ ആ ഒരു സ്റ്റിക്കിന് വേണ്ടിയിട്ട് ഐദർ ബാർബിക്യൂ സ്റ്റിക്ക് എടുക്കാം, അല്ലെങ്കിൽ ടൂത്ത് പിക്ക് എടുക്കാം. ഇനി കുറച്ച് കയ്യിൽ എണ്ണ തടവിന് ശേഷം ഒരു ബോൾ സൈസ് അളവിന് നമ്മൾ പ്രോൺ മിക്സ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് ആ റൗണ്ട് ഷേപ്പിലാക്കിയെടുത്തതിന് ശേഷം ആദ്യം നമ്മൾ പൗഡർ മിക്സിലാണ് ഡിപ്പ് ചെയ്യേണ്ടത്. എന്നിട്ട് വേണം മുട്ട മിക്സിലിടാൻ. അതിനുശേഷം നമ്മൾ ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ആ ടൂത്ത് പിക്കും കൂടി ഒന്ന് വെച്ച് ഒന്നൊന്ന് അമർത്തി കൊടുത്ത് കഴിഞ്ഞാൽ അതൊന്ന് സെറ്റായിട്ട് കിട്ടും. ഒരു 5 മിനിറ്റ് നിങ്ങളിത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫുൾ റൗണ്ട് ബോൾ നമ്മുടെ സ്റ്റിക്കുമായിട്ട് നന്നായിട്ട് ഒട്ടിക്കിട്ടും. അപ്പോൾ അത് വിട്ട് വരുമൊന്നുമില്ല. അപ്പോൾ നമ്മളെല്ലാം ലോലിപോപ്സ് ആക്കിയിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കോക്കനട്ട് ഓയിലാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. മേക്ക് ഷുവർ ദാറ്റ് മീഡിയം ഫ്ലെയിമിൽ എപ്പോഴും വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരുപാടാണെങ്കിൽ പുറം മാത്രം കരിയും, ഉള്ളിട്ട് വേവും ഇല്ല. കാരണം നമ്മൾ ഉള്ളിലത്തെ ഒരു സാധനം വേവിച്ചിട്ടില്ല. അപ്പോൾ നന്നായിട്ട് ഇതിൽ കിടന്നിട്ട് വേണം വേവാൻ. അതുകൊണ്ട് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് എല്ലാ സൈഡും ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡിലും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. പേടിക്കൊന്നും വേണ്ട, സ്റ്റിക്ക് ഇളകി പോകുന്നില്ല. അത് എണ്ണയിലിട്ട് ഉടനെ തന്നെ അത് സെറ്റായിട്ട് കിട്ടും. ഇതൊരു നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം ഒന്ന് ഫ്ലെയിം മീഡിയത്തിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് ലോ ആക്കിക്കോളൂ, കാരണം അല്ലെങ്കിൽ കരിയാനുള്ള ചാൻസ് ഉണ്ട്. എൻ്റെ ലോലിപോപ്സ് ആവാൻ വേണ്ടിയിട്ട് എനിക്ക് എക്സാക്ട്ലി 10 മിനിറ്റ്സ് പിടിച്ചു. 10 മിനിറ്റ്സ് ആവുന്ന സമയത്ത് ആ പുറത്ത് നന്നായിട്ട് ക്രിസ്പായിട്ടും ആ ഒരു ഗോൾഡൻ കളറിലും കിട്ടും. ആൻഡ് ഉള്ളിൽ നന്നായിട്ട് വെന്തിട്ടും ഉണ്ടായിരിക്കും. കറക്റ്റ് കൺസിസ്റ്റൻസിയിലായിരിക്കും. അപ്പോൾ മിനിമം ഒരു 10 to 12 മിനിറ്റ്സ് നിങ്ങൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. ഇത് നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ കുട്ടികൾക്കാണെങ്കിൽ പോലും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് തന്നെ ആയിരിക്കും. നല്ലൊരു ക്രഞ്ചി സ്റ്റാർട്ടറാണിത്. നിങ്ങൾക്ക് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റും. പ്രോൺസ് ആർ ലിറ്റിൽ എക്സ്പെൻസീവ്, എന്നാലും ഡെഫിനറ്റ്ലി ഇതൊരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കാരണം വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇതിന്. ഈ സെയിം രീതിയിൽ തന്നെ നിങ്ങൾക്ക് ക്രാബ് ലോലിപോപ്പ് ഉണ്ടാക്കിയെടുക്കാം. അതും ഒരു വേറെ ലെവൽ ടേസ്റ്റാണ് ക്രാബ് ലോലിപോപ്പ്. നിങ്ങളിൽ എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ക്രാബ് കുറച്ച് ആ ഒരു ഫ്ലഷ് ഉള്ളിൽ നിന്ന് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നാലും ക്രാബ് ലോലിപോപ്പിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റാണ്. ഈ പ്രോൺ ലോലിപോപ്പിനെക്കാളും ഏറ്റവും ടേസ്റ്റ് ക്രാബാണ്. പിന്നെ എനിക്ക് അതിൻ്റെ ഉള്ളിലത്തൊക്കെ എടുക്കാനൊരു മടി കാരണം ഞാനത് കാണിച്ചില്ല എന്നേ ഉള്ളൂ. എനിവേസ്, ഇതൊരു ഡെഫിനറ്റ്ലി എൻ്റെ ഒരു ഗോ ടു സ്റ്റാർട്ടർ ആയിരിക്കും. ഇത് ഒരു പ്രാവശ്യം നിങ്ങൾ ഡെഫിനറ്റായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് അഭിപ്രായം പറയൂ. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.